students, welcome back to Silent Banking. വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ എത്തിക്കുകയാണ്. തമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എക്സാം ഒരു ട്രിപ്പ് ആക്കിയാലോ എന്നത്. അപ്പോൾ നമ്മൾ സൈലന്റ് ബാങ്കിലുള്ള ടീം നിങ്ങളോട് ഉറപ്പ് പറഞ്ഞതാണ്, ഞങ്ങൾ ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങൾ അറിയിച്ചിരിക്കും എന്നുള്ളത്. ഞങ്ങൾ പിന്നെ എല്ലാ സിലബസും എല്ലാ എക്സാമിനും ഒരേ സിലബസ്, ഏകദേശം നമ്മുടെ ബാങ്കിങ് ആസ്പിറൻസിന് അതൊരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അതൊരു വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. എല്ലാ എക്സാമിനും ഒരേ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റുകൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമും അറ്റൻഡ് ചെയ്യാം. അതുകൊണ്ടാണ് എത്ര ദൂരെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ് പോയി എഴുതണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഉറപ്പ് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. അതുപോലെ ഒരു ബാങ്ക് നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. നൈനിറ്റാൽ ബാങ്ക് ലിമിറ്റഡിന്റെ ക്ലർക്കിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് വിളിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അതിൽ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. സോ ഇൻ ഡീറ്റെയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ക്ലർക്കിന് 25 വേക്കൻസീസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. 21 വയസ്സ് 32 വയസ്സിനും ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എവിടെയാണ് പോസ്റ്റിംഗ് കിട്ടുന്നത് എന്നത് കംപ്ലീറ്റ്ലി ബാങ്കിന്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. ഇനി നോക്കുകയാണെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷൻ, വളരെ സിമ്പിൾ ആയിട്ട് അവർ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് മിനിമം 50% മാർക്ക്, നിങ്ങൾ ഏതൊരു ഡിസിപ്ലിനിൽ ഗ്രാജുവേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേഷനോ ഏതായാലും കുഴപ്പമില്ല, ഗ്രാജുവേഷൻ ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ക്ലർക്കിന്റെ പോസ്റ്റ് ആണ്. ഓൾറെഡി നിങ്ങൾ ക്ലർക്കിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണ്, ഒരു ട്രിപ്പൊക്കെ പോയി പരീക്ഷ എഴുതാനുള്ള ഒരു ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി ട്രൈ ചെയ്യണം. ഇനി പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ലൊരു പേ സ്കെയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ സ്പെഷ്യൽ അലവൻസും ബേസിക് പേ വിത്ത് ആപ്ലിക്കബിൾ ഡിയർനെസ് അലവൻസും ഒക്കെ ഉള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഇൻഡെമിനിറ്റി ബോണ്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു കെയർഫുള്ളി നോട്ട് ദാറ്റ് ദേ വിൽ ബി റിക്വയർഡ് ടു എക്സിക്യൂട്ട് ആൻ ഇൻഡെമിനിറ്റി ബോണ്ട്. 1.50 lakhsന്റെ 2 year ബോണ്ട് പീരീഡ് ആണ് വരുന്നത്. സോ ബോണ്ടിനെ സൈൻ ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. ഇനി നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ വെറും 1000 രൂപയാണ്, GST ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അത് എല്ലാവർക്കും ഒരുപോലെ 1000 rupees ആണ്. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാം എഴുതിയെന്നും ആവും. വേണമെങ്കിൽ നമുക്ക് എക്സാം സെന്റേഴ്സ് എവിടെയാണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മിസ് ട്രിപ്പായിട്ട് പോയി എക്സാം എഴുതിയാലോ എന്ന് ചോദിച്ചതെന്ന്, അല്ലെങ്കിൽ പറഞ്ഞതെന്ന്. സോ അത് നോക്കുമ്പോൾ അതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഒരു 10 സെന്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, ഹൽദ്വാനി ഡിസ്ട്രിക്ട് ഉത്തരാഖണ്ഡ്, നൈനിറ്റാളിലെ ദെറാഡൂൺ, റൂർക്കേപ്പ്, ബറേലി, മീറൂട്ട്, മൊറാദാബാദ്, ലക്നൗ, ജയ്പൂർ, ഡൽഹി, അംബാല. കണ്ടല്ലോ, ഈ 10 സ്ഥലങ്ങളിലാണ് എക്സാം സെന്റേഴ്സ് ഉള്ളത്. 1000 രൂപ മുടക്കി ഈ സ്ഥലങ്ങളിൽ പോയി ഒരു ട്രിപ്പ് ഒക്കെ അടിച്ച് പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. മാത്രമല്ല റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഈ സബ്ജക്റ്റുകളാണ് നമുക്ക് എക്സാമിനുള്ളത്. സെക്ഷണൽ ടൈമിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 200 ചോദ്യം, 200 മാർക്ക്, 145 മിനിറ്റിനാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അറിയാം. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് 4, അതായത് ഡിസംബർ 4 2024 ഡിസംബർ 4 മുതൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഡിസംബർ 22 ആപ്ലിക്കേഷൻ പോർട്ടൽ ക്ലോസ് ആവും. അതിനു മുന്നേ അപ്ലൈ ചെയ്ത് പൈസ അടയ്ക്കുക. ഓൺലൈൻ ഫീ പേയ്മെന്റും അതേ ദിവസം തന്നെയാണ്, ഡിസംബർ 22 ഓൺലൈൻ ഫീസും അടയ്ക്കേണ്ടത്. ഓക്കെ, സോ എക്സാം ഏകദേശം 2025 ജനുവരി 1st വീക്കിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഒരു ട്രിപ്പ് ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി ട്രിപ്പ് അടിച്ച് ഒരു പരീക്ഷ എഴുതി വരാം. സോ ഇതുപോലെ സകല നോട്ടിഫിക്കേഷൻസും നിങ്ങൾ അറിയേണ്ട, നിങ്ങൾക്ക് ഏതൊക്കെ എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ പഠിച്ച് അത് എഴുതണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ബട്ട് ഐ ഓൾവേസ് സേ give your best, try your best and you can achieve anything. So അടുത്ത നോട്ടിഫിക്കേഷനിൽ വീണ്ടും കാണാം. ബൈ.